നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വാസവൻ മാഷിന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ വിക്രത്തിന് ഒട്ടും സഹിച്ചില്ല. വാസവനെ കണ്ടു കഴിഞ്ഞപ്പോ എടാന്ന് പറഞ്ഞോണ്ട് അലറി വിളിച്ചോണ്ട് വിക്രം വാസവന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയാണ്. അങ്ങനെ ചെന്ന് നിന്നിട്ട് വെച്ചു, താൻ എന്തിനാടോ എന്റെ വീട്ടുമുറ്റത്തേക്ക് വന്ന് കയറിയത്? അയ്യോ, വരാതിരിക്കാൻ പറ്റില്ല വിക്രം. ഞാനിവിടുത്തെ ഒരു പ്രമുഖനായ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ലേ. പിന്നെ എൻ്റെ പ്രജകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എനിക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയല്ലേ പറ്റുള്ളൂ. ഇപ്പം തന്നെ കണ്ടില്ലേ, ഈ ചായപ്പുര കത്തിപ്പോയില്ലേ. അപ്പം അതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പം അതിനൊക്കെയാണ് വേണ്ടിയിട്ട് വന്നേ. ഒരു പുതിയ സ്കീമുണ്ട് ഇപ്പം മെയിൻ്റെനൻസ് പണിക്ക് വേണ്ടിയിട്ടേ. അപ്പം അതിനൊന്ന് അപേക്ഷിക്കാൻ പറയാനായിട്ട് വന്നോ. അത് കേട്ടോ വിക്രത്തിന് ദേഷ്യമായി. വിക്രം പെട്ടെന്ന് എന്ത് ചെയ്യുക, അയാളുടെ കോളറിനോട് കയറി കുത്തിപ്പിടിച്ചു. താൻ എന്താടോ പറഞ്ഞേ? മാഷ് പറഞ്ഞു, വിടറ, അയാളെ വിടാനാ പറഞ്ഞേ. പക്ഷെ വിക്രം വിട്ടില്ല. അപ്പോഴേക്കും അകത്തുനിന്ന് വേദ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, വിക്രം എന്ന ഒറ്റ വിളിയായിരുന്നു. വിക്രം പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അയാളെ വിട് എന്ന് പറഞ്ഞിട്ട് വേദ അവരുടെ കയ്യിലേക്ക് വന്നു. അപ്പോഴേക്കും മാഷ് വാസവനോട് പറഞ്ഞു, സാറേ, ഞങ്ങളുടെ കുടുംബത്തെ ഉപദ്രവിക്കരുത്. നിങ്ങളുടെ മകനെതിരെ എൻ്റെ മകൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞു. അതിന് പകരമായിട്ട് നിങ്ങൾ ഞങ്ങളെ കുറേ ഉപദ്രവിച്ചു. ഇനി ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് എങ്ങോട്ടേക്ക് വരരുത്. ഞങ്ങൾ വെറുതെ വിടണം. വെറുതെ വിടാനോ? നല്ല കഥയായി മാഷേ. ഇവൻ ചെയ്ത എന്താണെന്നറിയാവോ? എൻ്റെ മകളെയും ഭാര്യയെയും പിടിച്ചു വെച്ചു. അത് കൂടാതെ വേറൊരു പണിയും കൂടെ ഒപ്പിച്ചു. എൻ്റെ ഗോഡൗണിൻ്റെ കൂടെ തീയിട്ടു. അതൊക്കെ കണ്ട് മിണ്ടാതെ ഞാൻ ഇരിക്കണം എന്നാണോ? അത് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ അതും കൊണ്ട് തീർന്നെന്ന് കരുതിയിരുന്ന. പക്ഷേ ഇവൻ ആ തീർക്കാൻ ഭാവമില്ല. ഞാൻ ശ്രീനിവാസനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അത് കുറേ പഴയ പ്രശ്നങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്കിലേക്ക് ഇവനോട് കയറി വരലെന്ന് പറ. ആ ശ്രീനിവാസന് വേണ്ടിയിട്ടാണ് ഇവൻ ഈ പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ ഇവൻ പിന്നെ ജീവനോടെ ഭൂമി കാണത്തില്ല. അപ്പോഴേക്കും വിക്രത്തിന് ദേഷ്യം പിടിച്ചു. എന്താണോ താൻ പറഞ്ഞേ? വേദ വീണ്ടും പിടിച്ചു. ഒന്നും മിണ്ടാതായി വിക്രം. അപ്പോഴേക്കും വാസവൻ പറഞ്ഞു, നീ കരുതിയിരുന്നു നിനക്ക് കൊള്ളാം. ഇനി മേലാല് എൻ്റെ ഇതിന് ഇടയ്ക്കിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അതും പറഞ്ഞ് അയാളും കൂടെ പോകാൻ തുടങ്ങിയപ്പോൾ വിക്രത്തിന് ദേഷ്യം സഹിക്കാൻ പറ്റില്ല. വിക്രം ആ പറയാതെ പോകാൻ തുടങ്ങിയപ്പോൾ വേദ വീണ്ടും വിളിച്ചു. മാഷ് വന്ന് വിക്രത്തിനോട് പറഞ്ഞു, നീ എന്തിനാടോ ആരുടെ ദേഷ്യപ്പെട്ടെ? ഇപ്പം നഷ്ടം ഉണ്ടായത് നിനക്കല്ല, എനിക്കാണ്. ആ ചായപ്പ് കത്തിപ്പോയി കഴിഞ്ഞപ്പോൾ എനിക്കാണ് നഷ്ടം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ പേരിൽ നീ അയാളോട് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കയറിപ്പോടോ അകത്ത് എന്ന് പറയാ. ഒടുവിൽ വിക്രം അകത്തേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വിക്രം നേരെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലും. അവിടെ സജീവനും അനിയൻകൂട്ടൻ രാജേണ്ണനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വിക്രത്തെ കണ്ടോ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആണ്ടെ വിക്രം വരുന്നുണ്ടല്ലോ. അങ്ങനെ വിക്രം വന്നു കഴിഞ്ഞപ്പോൾ രാജേട്ടൻ ചോദിച്ചു, എന്താടാ എന്ത് പറ്റി? ആ വാസവൻ അവൻ വീണ്ടും കയറി വന്നിരിക്കുന്നു വെല്ലുവിളിക്കാനായിട്ട്. എടാ, നീ എന്ത് പരിപാടിയെ കാണിച്ച? നിനക്ക് കുറച്ച് എടുത്തിയാട്ടം കൂടുന്നുണ്ട്. ഇത് സജീവൻ പറഞ്ഞു കഴിഞ്ഞപ്പം വിക്രം ചോദിച്ചു, എന്താ കാര്യം? അല്ല, നീ എന്തിനാടാ ആ ഗോഡൗണിലെ മരുന്നൊക്കെ കത്തിച്ചു കളഞ്ഞ്? അത് കത്തിച്ചു കളയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയാൽ പോരായിരുന്നോ? അല്ല, ശ്രീനിവാസ് സാറിന് ഈ അഭിപ്രായം തന്നെയുള്ള, നീ ഇതൊന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എടാ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ആ സമയത്ത് അങ്ങനെയൊന്നും തോന്നിയില്ല. നിന്റെ എടുത്തുചാട്ടം കുറയ്ക്കണം എന്ന് അനിയൻകുട്ടനും പറയാം. കല്യാണം കഴിഞ്ഞാൽ നിനക്കൊരു ഭാര്യയുണ്ട് വേദ, അറിയാലോ. ആ കാട്ടി വെച്ച് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര പ്രണയത്തിലായിരുന്നല്ലോ. എന്തൊക്കെയായിരുന്നു അവളെക്കുറിച്ച് പറഞ്ഞ്? എന്നിട്ടിപ്പോൾ എന്ത് പറ്റി? ഇതൊത്തും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ലേ വിക്രം. പഴയതുപോലെയല്ല. നിനക്ക് ഒരു ഭാര്യ ഉണ്ടെന്നുള്ള ചിന്ത വേണം. നീ പഴയതുപോലെ ഇങ്ങനെ പരിപാടിയായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം എന്തായിട്ട് മാറും? വിക്രം പറഞ്ഞു, എൻ്റെ മനസ്സിലിപ്പോൾ അതൊന്നും അല്ല. എൻ്റെ മനസ്സിൽ ആ കത്തിയ ചായപ്പ. അതാണ് ആ കാര്യം. എടാ, ഒരു കാര്യം ചെയ്യാം, നമുക്കതും കൂടെ പുതുക്കി പണിയാം. അതിന് എത്ര രൂപയാണെങ്കിലും നമുക്ക് എങ്ങനെയും സംഘടിപ്പിക്കാം. അതൊന്നും അല്ല, അത് അച്ഛൻ പുതുക്കി പണിയാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ലെന്നോ? അതെ, എൻ്റെ സ്മാരകമാണെന്ന് പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ എന്ന്. അതൊരിക്കലും പുതുക്കി പണിയില്ലാന്ന്. എൻ്റെ ദൈവമേ, നിന്റെ അച്ഛനിത് എന്തിൻ്റെ കേടാ എൻ്റെ വിക്രം എന്ന് രാജേട്ടൻ ചോദിച്ചു. അതെങ്ങനെയും പുതുക്കി പണിയാനുള്ളതിന് നീ ഒരു കാര്യം ചെയ്യുക. നീ കൂടുതലും ചോദിക്കാനും പറയാനൊന്നും പോണ്ട. എത്രയും പെട്ടെന്ന് ഒരു മേസ്ത്രിയെ വിളിക്കുക. മേസ്ത്രിയെ വിളിച്ചിട്ട് അത് പുതുക്കി പണിയാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുക. ഞങ്ങൾ നോക്കിയിട്ട് അതേ വഴിയുള്ളൂ. അത് കേട്ടപ്പോൾ വിക്രത്തിനും തോന്നി, ശരിയാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ വഴിക്കൊന്ന് നീങ്ങിയാലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായി. അതേസമയം രാധയുടെ അച്ഛൻ അയ്യപ്പൻ കുടിച്ച് ഫിറ്റായി 4 കാലം കൂടെ കയറി ചെല്ലുവാണ്. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന മാലത്തേക്ക് ദേഷ്യം വന്നു. നിങ്ങൾ എന്തും പണിയാ മനുഷ്യ കാണിച്ചേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് വീണ്ടും വരുന്നേ? നിങ്ങളെ കൊണ്ട് ഒരു സമാധാനം ഇല്ലല്ലോ. അപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമായിരുന്നു. രാധ, എൻ്റെ മോളിത് കേൾക്ക്. എനിക്ക് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അച്ഛനത് സന്തോഷം വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുന്ന്. 4 കാലം വന്നിട്ടല്ലേ സന്തോഷം പങ്കിടുന്നേ. എൻ്റെ മോളെ,
ഞാൻ പിന്നെ വെറുതെ പറഞ്ഞൊന്നുമല്ല. ആ വിക്രം ഉണ്ടല്ലോ, അവന്റെ വീട് കത്തി നശിച്ചു. വീട് കത്തി നശിച്ചെന്നോ? എന്തൊക്കെയാച്ചാ പറയണേ? പെട്ടെന്ന് രാധയ്ക്ക് ടെൻഷനായി. അതെ, അവൻ താമസിച്ചിരുന്ന മുറിയെ കത്തി നശിച്ചിരിക്കുന്നേ. അതേസമയം മാലതി ചോദിച്ചു, അല്ല അയ്യപ്പേട്ട, എന്നിട്ട് വല്ല കുഴപ്പമുണ്ടോ? വിക്രത്തിന് ആർക്കെല്ലാം എന്തെങ്കിലും സംഭവിച്ചോ? അവൻ മുറിയിലില്ലായിരുന്നു തോന്നേ. ഉണ്ടായിരുന്നെങ്കിൽ അവൻ വെന്തു മരിച്ചേനം. അവനില്ലായിരുന്നു, അവൻ വെന്തു മരിക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. അങ്ങനെയാണെങ്കിൽ എൻ്റെ മോള് രക്ഷപ്പെട്ടേനല്ലോ. പക്ഷേ പറഞ്ഞിട്ട് എന്ത് കാര്യം? രാധയ്ക്ക് ഭയങ്കര ടെൻഷനായി. ദൈവം, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ? എന്തായിരിക്കും പിന്നെ? പെട്ടെന്ന് എൻ്റെ രാധ വിക്രത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുക. പക്ഷേ വിളിച്ചിട്ട് കിട്ടുന്നില്ല. മാലതി പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വാ, പോകാമെന്ന് പറയണ. അമ്മ, ഒരു മിനിറ്റ്. എടി, നിന്നോട് ഇങ്ങോട്ടേക്ക് വരാമല്ലേ പറഞ്ഞേ? ആ സമയത്ത് അവൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതും പറഞ്ഞിട്ട് മാലതി ഓട്ടോറിക്ഷയിലേക്ക് കയറി. പിന്നീട് രാധയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. രാധ പെട്ടെന്ന് ഓട്ടോറിക്ഷ എടുത്ത് അങ്ങോട്ടേക്ക് പോവാണ്. രാധയുടെ മനസ്സിൽ നല്ല ടെൻഷനും കാര്യവും ഉണ്ടായിരുന്നു. ഈ സമയം ശങ്കരനാരായണൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ജഡ്ജി ശങ്കരനാരായണൻ അല്ലേന്ന് ചോദിച്ചു. അതേന്ന് പറയാം. പിന്നീട് അങ്ങേ തലയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ശങ്കരനാരായണൻ ചോദിച്ചു, സത്യമാണോ പറയണേ? അതേന്ന് പറയണം. അങ്ങനെ കാര്യം കേട്ടുകഴിഞ്ഞപ്പോൾ ശങ്കരനാരായണൻ ഭയങ്കര ടെൻഷൻ. പെട്ടെന്ന് ശങ്കരനാരായണൻ പത്മേനെയൊക്കെ വിളിക്കുക. പത്മേ, സാവിത്രി അമ്മേ ഒക്കെ അങ്ങോട്ടേക്ക് വന്നു. ഈ സമയത്ത് ദീപ്തിയും കൂടെ വന്നു. എന്താ വെച്ചാൽ കാര്യം? അച്ഛൻ എന്തിനാ എല്ലാവരെയും വിളിക്കണേ? പത്മ, ഒരു കാര്യം പറഞ്ഞോ, ആ മാഷിന്റെ വീടിന് ആരോ തീയിട്ടെന്ന്. തീയിട്ടെന്നോ? എൻ്റെ ഭഗവാനെ, എന്തൊക്കെ കേൾക്കണേന്ന് മുത്തശ്ശി പറഞ്ഞു. അത് കേട്ടോണ്ട് ശ്രീകാന്ത് വർഷം ഇറങ്ങി വരുന്നേ. ശ്രീകാന്ത് പറഞ്ഞു, അതെ, വീടിന് മൊത്തം തീയിട്ടിട്ടൊന്നുമില്ല. വിക്രം വേദം കിടന്ന് മുറിക്കാ തീയിട്ടത്. ഇന്നലെ രാത്രി നടന്ന സംഭവം. അവർക്ക് ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. അത് കേട്ടതും പത്മ ചോദിച്ചു, ഇതെങ്ങനെയാടാ നീ അറിഞ്ഞേ? അതൊക്കെ ഞാനിപ്പോഴറിഞ്ഞതേ. അത് പറയാൻ വേണ്ടി ഞാൻ വരാൻ ഒരുങ്ങുമായിരുന്നു നിങ്ങളുടെ അടുത്തേക്ക്. അല്ലടാ മോനെ, എന്നിട്ട് എന്തായി? അല്ല, തീയിട്ട സമയത്ത് വേദം മാത്രം മുറിയിലുണ്ടായിരുന്നു, വിക്രം ഇല്ലായിരുന്നു. വേദമോള് മാത്രം ഉണ്ടായിരുന്നുള്ളതോ? എങ്കിലും അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞേ. വിക്രം എന്തോ മുറി കൂട്ടി പുറത്തു പോയായിരുന്നു, വിക്രം മുറിയിലുണ്ടായിരുന്നില്ലെന്ന്. ആ സമയത്ത് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് തോന്നുന്നത് ഇത് വിക്രം തന്നെ മനഃപൂർവ്വം ചെയ്താന്ന്. അവളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കരുതി കൂട്ടി അവളെ കൊല്ലാൻ ചെയ്താണോ എന്ന് സംശയമുണ്ട്. അപ്പോഴേക്കും സാവിത്രി പറഞ്ഞു, അങ്ങനെയൊന്നും പറയല്ലേ. വേദേ എത്ര ആപത്തുനിന്ന് രക്ഷിച്ചവനാണെന്നറിയാം വിക്രം. ഒരിക്കലും അവൻ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ അച്ചമ്മ പറയുന്ന കാര്യങ്ങളല്ലേ എൻ്റെ അച്ചമ്മ. ഇതൊക്കെ അവൻ്റെ നമ്പറാണെങ്കിലോ അവൻ ചിലപ്പം കുറേ ആപത്തുനിന്ന് അവളെ രക്ഷിച്ചു കാണും. എന്നിട്ട് നൈസായിട്ട് അവളെ തീർക്കാനുള്ള പരിപാടിയാണോ ചെയ്തേ? അത് നമുക്ക് പറയാൻ പറ്റില്ല. എടാ, ഇങ്ങനൊന്നും പറയരുതെന്ന് പത്മ പറഞ്ഞു. വെറുതെ അനാവശ്യമായിട്ട് നമ്മളൊരാളെ കുറ്റപ്പെടുത്തില്ല. ഞാനിനി കൂടുതലൊന്നും പറയണില്ല. അപ്പോഴേക്കും സാവിത്രി പറഞ്ഞു, നമുക്ക് അവിടെ വരെ ഒന്ന് പോകണ്ടേ പത്മ? അതെ, പോകണമെന്ന് പറയാം. ദീപ്തി പറഞ്ഞു, ഞാനും വരുന്നുണ്ട്, എനിക്കും കാണണം, ചേച്ചിനെ കാണണം. ശങ്കരനാരായണൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പോയിട്ട് വാ, എന്നെ വിളിക്കണ്ട, ഞാൻ വരുന്നില്ല. അതെന്താ ശങ്കരേട്ട, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അതും പറഞ്ഞിട്ട് ശങ്കരനാരായണൻ അങ്ങോട്ടേക്ക് കയറിപ്പോയി. ആ സമയത്ത് ശ്രീകാന്തിന് ഇഷ്ടപ്പെട്ടില്ല. ശ്രീകാന്ത് പറഞ്ഞു, ഒരു കാര്യം ചെന്നവിടെ നോക്ക് എന്താ സംഭവിച്ചെന്ന്. അല്ല, ചായപ്പൂത്തം കത്തിപ്പോയെന്നല്ലേ പറഞ്ഞേ? പോയിട്ടുണ്ടെങ്കിൽ എന്തേലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ നോക്ക്. നേരത്തെ അങ്ങനെയാണല്ലോ ചെയ്തേ, ഒരു സാധനങ്ങളുമായിട്ട് പോയല്ലോ, അതുപോലെ തന്നെ കൊണ്ടേ കൊടുക്കാൻ നോക്ക്. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, എല്ലാവരും കൂടെ എഴുന്നള്ളി പോന്നു. അത് പറഞ്ഞ് ശ്രീകാന്ത് ദേഷ്യപ്പെട്ടു പോയി. കൂടെ വർഷ അങ്ങോട്ടേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും ദീപ്തി പറഞ്ഞു, ചേട്ടൻ പറഞ്ഞ അമ്മയും മുത്തശ്ശിയൊന്നും കാര്യമാക്കണ്ട, നിങ്ങൾ റെഡിയാകുക, ഞാനും പെട്ടെന്ന് റെഡിയായിട്ട് വരാം. അങ്ങനെ അവരെ അങ്ങോട്ടേക്ക് പോവാനായിട്ട് അകത്തേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വേദയെ കാണാനായിട്ട് പത്മവും ദീപ്തിയൊക്കെ വന്നു. അപ്പോഴേക്കും വേദ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു. ഇതാര്? അമ്മയോ? എന്താ അമ്മ പ്രത്യേകിച്ച്? അപ്പോഴേക്കും ദീപ്തി ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അല്ല, ചേച്ചിയുടെ കൈ പൊള്ളി വെച്ച് ഒന്ന് കാണിച്ചേ. അതൊന്നും സാരമില്ല, ഇത്രയേ ഉള്ളൂ, കുഴപ്പമൊന്നും സംഭവിച്ചില്ല. എന്നാലും മോളെ, ഇത് കുറച്ച് കഷ്ടമായി പോയല്ലോ. അല്ല, മുത്തശ്ശി എന്തിയാ? മുത്തശ്ശിയെ കാണുന്നില്ലോ. പത്മ പറഞ്ഞു, പോരാനായിട്ട് ഇറങ്ങിയതാ. അമ്മ വരണമെന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ച പോരാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു പൂച്ച കുറുകെ ചാടി. അപ്പോഴേക്കും അമ്മ പറഞ്ഞു, 3 പേര് കൂടി ഒരിടത്ത് പോയി ശരിയാവില്ലെന്ന്, അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞു വിട്ടെ. അപ്പോഴേക്കും വേദ ചിരിച്ചു. ഇപ്പോഴും മുത്തശ്ശി ആ വിശ്വാസം ഉണ്ടല്ലേ? പിന്നെ വിശ്വാസം ഉണ്ടോന്നോ? എൻ്റെ ചേച്ചി എന്തിനാ ഇതൊക്കെ സഹിക്കുന്നേ? ഒരു താലി കെട്ടിയതിൻ്റെ ബലത്തിൽ ചേച്ചി ഇപ്പോഴും ഇങ്ങനെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ നോക്ക്. എന്തിനാ ഇതൊക്കെ സഹിച്ച് ക്ഷമിച്ച് ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? വേദ പറഞ്ഞു, അതിന് എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. ആ സമയത്ത് ഡ്രൈവർ കൊണ്ടുവന്ന് ഒരു ഭാഗം കൂടെ കൊടുത്തു. ഇതെന്താമേ? ഇത് മോൾക്കുള്ള ഡ്രസ്സോ ഇതെന്തിനാ? അല്ല, മോളുടെ ഡ്രസ്സെല്ലാം കത്തിപ്പോയി കാണുമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പുതിയത് വാങ്ങിയതാ. അതൊന്നും ഇല്ലമ്മേ, എൻ്റെ ഡ്രസ്സൊക്കെ ഇതേ അപ്പുറത്ത് അലമാരിക്കകത്തായിരുന്നേ, അതുകൊണ്ട് ഡ്രസ്സിനൊന്നും സംഭവിച്ചിട്ടില്ല. അതോർത്ത് അമ്മയൊന്നും വിഷമിക്കേണ്ട.
ഇതെനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? മോൾക്ക് വേണ്ടി കൊണ്ടുവന്നല്ലേ, ഇത് മോള് പിടിച്ചോ. നന്ദിനി കമലയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. കമല പറഞ്ഞു, അതെ അവിടെ ഒന്നും സംസാരിക്കണ്ട, അകത്ത് കയറി സംസാരിക്കാം. അപ്പോഴേക്കും വേദ പറഞ്ഞു, ശരിയാമ്മേ, അകത്തേക്ക് വരാൻ പറഞ്ഞ് കൂട്ടുമ്പത്തേനും നന്ദിനി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ആ വന്നത് നന്നായി, വേദയെ ജീവനോടെ കാണാൻ പറ്റിയല്ലോ. ഇത് കേട്ടപ്പോൾ കമല രൂക്ഷമായിട്ട് നന്ദിനിയെ നോക്കി. ദീപ്തി പറഞ്ഞു, അല്ല എൻ്റെ ചേച്ചിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കാണായിരുന്നു. അല്ല എന്നാലും ഇത് ആരായിരിക്കും പോലും ചെയ്തത്? ഓ അത് പത്മാവതിയമ്മയുടെ മരുമോന് ഇഷ്ടം പോലെ ശത്രുക്കളുണ്ടല്ലോ, അപ്പം അതിലാരെങ്കിലും ചെയ്ത കാര്യമായിരിക്കും ഇത്. അതിലെന്താ സംശയം ഇരിക്കണേ? ഇഷ്ടംപോലെ ശത്രുക്കളുള്ള ഒരു ഗുണ്ട തന്നെയാണല്ലോ വിക്രം. കമല നന്ദിനിന്നൊരു വിളിച്ചു. നന്ദിനി പിന്നെ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ അവരെല്ലാവരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. പക്ഷെ നന്ദിനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പത്മ വന്നത്. അവർ വന്നിരിക്കുന്നു, മോൾക്ക് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ആയിട്ട്, ഇതിങ്ങനെ പോയാൽ ശരിയാകത്തില്ല എന്നൊക്കെ വിചാരിച്ച് നന്ദിനിയും കൂടെ അകത്തേക്ക് കയറി ചെന്നു. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ പത്മ കമലയോട് പറഞ്ഞു, കമല ഒരു മിനിറ്റ് ഇങ്ങോട്ടേക്ക് ഒന്ന് വരാമെന്ന് ചോദിച്ചു. അങ്ങനെ കമലയും വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും ദീപ്തി ഇങ്ങനെ ആലോചിക്കുക. ദീപ്തി ചോദിച്ചു, എന്നാലും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്, എന്തായിരിക്കും ശരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? നന്ദിനി പറഞ്ഞു, ആ കണ്ടില്ലേ, എല്ലാവർക്കും ആ സംശയമുണ്ട്, ഞങ്ങൾക്കും ഈ സംശയമുണ്ട്. അല്ല വിക്രം ആ കൃത്യസമയത്ത് അവിടെ നിന്ന് മുങ്ങി, അതല്ലേ ദീപ്തിയുടെ മനസ്സിലെ സംശയം. ദീപ്തി പറഞ്ഞു, അതെ, ഇതിനകത്ത് വിക്രത്തിനും പങ്കുണ്ടോ എന്നൊരു സംശയം വരുന്നില്ലേ? വേദ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല ദീപ്തി, അതിനൊരു ചാൻസും ഇല്ല, വിക്രം അത്തരക്കാരനല്ലാന്നറിയാലോ. അതെ, ഇവൾക്ക് കണ്ണടച്ച് വിശ്വസിക്കാം വിക്രത്തിനെ, പക്ഷേങ്കിലേ ഞാനൊന്നും അങ്ങനെ ഒരിക്കലും വിശ്വസിക്കില്ല, ഇതിൻ്റെ പിന്നിലോ എന്തോ ഒരു കാരണമുണ്ട്. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആ സമയം വിക്രമേട്ടൻ ഇത് എങ്ങോട്ടേക്ക് പോയതായിരുന്നു? ദീപ്തിയുടെ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പം വേദ പറഞ്ഞു, അത് പിന്നെ വിക്രമേട്ടന് ആരോ ഗേറ്റിൻ്റെ അവിടെ വന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോയതാ. നന്ദിനി പറഞ്ഞു, നല്ല കഥയായി, ഇതെന്താ വഴി തെറ്റിച്ചു കൊണ്ടാനായിട്ട് ആരെങ്കിലും ആ കൃത്യസമയത്ത് വരുമോ? ഇനിയിപ്പോൾ കള്ളിയങ്കാട്ടെ നീലെങ്ങാനാണോ വന്നേ? ഒന്നും മിണ്ടായിരിക്കേണ്ട നന്ദിനി എടുത്തി. അതും പറഞ്ഞ് വേദ ദേഷ്യപ്പെട്ടു. ദീപ്തി പറഞ്ഞു, അതതിൻ്റെ വിശ്വസനീയമായ കാരണമല്ലല്ലോ, അങ്ങനെ ആരെങ്കിലും ഗേറ്റിനടുത്ത് വന്ന വിക്രമേട്ടൻ അവരുടെ പിന്നാലെ പോകേണ്ട കാര്യമുണ്ടോ? അതിലിപ്പോൾ പല ഗുണ്ടകളാണെന്ന് കരുതിയിട്ടായിരിക്കും വിക്രമേട്ടൻ പോയത്. ആ വിക്രമേട്ടനെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. അങ്ങനെ മാറിക്കഴിഞ്ഞ സമയത്താണ് ഈ പെട്രോൾ ബോംബൊക്കെ എറിഞ്ഞത്. ഹോ, എന്നാലും എനിക്കെന്തോ ചേച്ചി അത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല. നന്ദിനി പറഞ്ഞു, ഈ വേദ എന്ത് പറഞ്ഞാലും ദേ വിക്രത്തോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ ദീപ്തി, സത്യം. പെട്ടെന്ന് വേദ പറഞ്ഞു, ഞാൻ ഈ ഭാഗം അകത്തുകൊണ്ടേ വെച്ചിട്ട് വരാം. പോകുന്ന വഴിക്ക് നന്ദിനിയും കൂടെ വിളിച്ചു. നന്ദിനി അടുത്ത് ഇങ്ങോട്ടേക്കൊന്ന് വന്നേ. നന്ദിനി അകത്തേക്കുന്നു. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ എൻ്റെ വീട്ടുകാരുടെ മനസ്സിൽ വിഷം കുത്തി നിറയ്ക്കാൻ നോക്കിയേക്കരുത്. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ഏട്ടത്തി ഞാൻ നോക്കത്തില്ല, എൻ്റെ കൈയുടെ ചൂട് വീണ്ടും നിങ്ങൾ അറിയും. അയ്യോ എന്തൊക്കെയാ പറയണേ, അങ്ങനൊന്നും പറയരുത്. അതൊക്കെ പറഞ്ഞിട്ട് നന്ദിനി വേദയെ സോപ്പിടാൻ ശ്രമിച്ചു. വേണ്ട വേണ്ട, കൂടുതൽ സോപ്പിങ്ങൊന്നും വേണ്ട, എനിക്ക് നന്ദിനി അടുത്തൊരു സ്വഭാവം ശരിക്കും അറിയാലോ. ഇനി എൻ്റെ ദീപ്തിയുടെ അമ്മയുടെ കേക്കൽ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, ഈ മൂക്ക് ചെത്തിയാനും കൂടെ എടുക്കും, പിന്നെ മൂക്കില്ലാതെ നടക്കേണ്ടി വരും. പെട്ടെന്ന് നന്ദിനി പറഞ്ഞു, അയ്യോ ഞാനൊന്നും പറയുന്നില്ല, ഞാനൊന്നും ചെയ്യുന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇതേ സമയം കമലയോട് പത്മ പറഞ്ഞു, ഞാൻ പറഞ്ഞതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. കമല പറഞ്ഞു, എങ്ങനെയാ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എങ്ങനെയാ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നേ, എന്നെക്കൊണ്ട് സാധിക്കില്ല. പത്മ പറഞ്ഞു, അറിയാലോ എൻ്റെ മോളുടെ ജീവിതം ഇവിടെ കിടന്ന് നശിച്ചു പോകാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, വിക്രത്തിൻ്റെ പിടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് രക്ഷിക്കണം. കമല പറഞ്ഞു, എനിക്ക് അവൾ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ഞാൻ അവളെ വിക്രത്തിൻ്റെ ഭാര്യയായിട്ടല്ല കാണുന്നത്, എൻ്റെ മോളായിട്ടാണ് കാണുന്നത്. എനിക്ക് പറക്കാതെ പോയി എൻ്റെ മോള്, അത്രയ്ക്ക് സ്നേഹം എനിക്ക് അവളോട്. അവളില്ലാതെ അവളെ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയാൻ പറ്റില്ല. അതും പറഞ്ഞ് കമല അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. പത്മയ്ക്ക് സങ്കടമായിപ്പോയി. പത്മ പറഞ്ഞ്, സാരമില്ല പോട്ടെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് കമലയുടെ വിഷമം എന്താന്ന്, ഇനി ഞാൻ അങ്ങനെയൊന്നും പറയില്ല. പിന്നീട് പേഴ്സിനകത്തുനിന്ന് കുറച്ച് പണം എടുത്ത് കമലയ്ക്ക് നേരെ നീട്ടി, ഇത് വെച്ചോ, ഈ സമയത്ത് ഇവിടെ അത്യാവശ്യമുള്ള കാര്യമല്ലേ, പൈസയ്ക്ക് ബുദ്ധിമുട്ടാണെന്നറിയാം. അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. മാഷ് അറിയാലോ മാഷിൻ്റെ സ്വഭാവം, മാഷ് അഭിമാനിയാ, ആരുടെയും കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ മേടിക്കുന്നത് മാഷിന് ഇഷ്ടമില്ല. അതുകൊണ്ട് ഇത് പത്മ തന്നെ വെച്ചു. പത്മ എന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല, പേഴ്സിനകത്തേക്ക് പൈസ എടുത്ത് വെച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹാളിലേക്ക് വന്നു. ഹാളിലേക്ക് വരുന്ന സമയത്ത് ദീപ്തി വേദയുടെ കൈയൊക്കെ പിടിച്ച്, ചേച്ചി വേദനയുണ്ടോ, ഒത്തിരി പൊള്ളിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക. ഇപ്പം കുഴപ്പമൊന്നുമില്ല മോളെ, ഇപ്പം നല്ല ആശ്വാസമുണ്ട്. അപ്പോഴേക്കും കമലയും പത്മയും കൂടെ വന്നേ. കമലയുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ വേദയ്ക്ക് സംശയം. കമലയോട് ചോദിച്ചു, അല്ല അമ്മ കരഞ്ഞോ എന്ന് ചോദിക്കുക. ഇല്ല മോളെ, അത് പിന്നെ ഞാൻ സത്യം പറമേ അമ്മ കരയുമായിരുന്നോ? വേദയ്ക്ക് ഭയങ്കര ടെൻഷനായി കമല കരഞ്ഞെന്ന് അറിഞ്ഞപ്പം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട്
വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോടെ നിർത്തുന്നു. നന്ദി.